ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. രാജ്യത്തെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ അതിവേഗം മുന്നേറുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡിജിറ്റൽ ഇന്ത്യ ശക്തിപ്പെടുന്നതായും വിവിധ മേഖലകളിൽ രാജ്യം ആഗോള ശക്തിയായി വളരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. 18ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 61,000-ലധികം പേർക്കുള്ള നിയമന കത്തുകൾ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തുടനീളം 45 സ്ഥലങ്ങളിലാണ് തൊഴിൽ മേള സംഘടിപ്പിച്ചത്. വീഡിയോ കോൺഫറൻസിംഗ് വഴി ഉദ്യോഗാർത്ഥികളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ദേശീയതല റോസ്ഗാർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരം പള്ളിപ്പുറം CRPF ഗ്രൂപ്പ് സെന്ററിൽ സംഘടിപ്പിച്ച തൊഴിൽ മേള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ലഭിക്കുന്ന നിയമനത്തിലൂടെ ഭാവി സുരക്ഷിതമാക്കുക മാത്രമല്ല, രാജ്യത്തോടുള്ള ഉത്തരവാദിത്തം കൂടി യുവാക്കൾ ഏറ്റെടുക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. വിവിധ കേന്ദ്ര സർക്കാർ പൊതുമേഖലാ വകുപ്പുകളിൽ നിയമനം ലഭിച്ച 272 ഉദ്യോഗാർത്ഥികൾക്ക് കേന്ദ്ര സഹമന്ത്രി നിയമന ഉത്തരവ് കൈമാറി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11-ന്. പരിപാടിയുടെ 130ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും പരിപാടി തത്സമയം ലഭ്യമാകും. 77ാമത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ജനുവരി 26-ന് കർത്തവ്യപഥിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിവാദ്യം സ്വീകരിക്കും. യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്നും റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യാതിഥികളാകും. സംസ്ഥാനത്തെ റിപ്പബ്ലിക് ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് രാവിലെ 9-ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ദേശീയ പതാക ഉയർത്തും. ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ പതാക ഉയർത്തും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 28-ന് ആരംഭിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമാവുക. ഫെബ്രുവരി 1-നാണ് കേന്ദ്ര ബജറ്റ്. ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ ഈ മാസം 29-ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. 28 മുതൽ ഫെബ്രുവരി 13 വരെയും മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയും 2 ഘട്ടങ്ങളിലായാണ് സമ്മേളനം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ചടങ്ങിൽ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. തുറമുഖത്ത് നിന്ന് ഇറക്കുമതിയും കയറ്റുമതിയും സാധ്യമാക്കുന്ന എക്സിം കാർഗോ സേവനങ്ങളുടെയും ദേശീയപാത ബൈപ്പാസിലേക്ക് നിർമ്മിച്ച പുതിയ പോർട്ട് റോഡിന്റെയും ഉദ്ഘാടനവും ചടങ്ങിനോടനുബന്ധിച്ച് നടക്കും. സപ്ലൈകോയുടെ സിഗ്നേച്ചർ മാർട്ട് ഈ വർഷം എല്ലാ ജില്ലകളിലും നിലവിൽ വരും. ഉപഭോക്താക്കൾക്ക് ആധുനിക രീതിയിലുള്ള ഷോപ്പിംഗ് അനുഭവം പ്രദാനം ചെയ്യുന്നതിനോടൊപ്പം പ്രമുഖ കോർപ്പറേറ്റ് റീറ്റെയിൽ ശൃംഖലകൾ നൽകുന്നതിന് സമാനമായ സേവനങ്ങൾ സർക്കാർ വിപണിയിലൂടെ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാകും. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും റെഫ്രിജറേറ്റഡ് ഉൽപ്പന്നങ്ങളും മാർട്ടുകളിൽ ലഭ്യമാകും. സപ്ലൈകോയുടെ തിരഞ്ഞെടുത്ത സൂപ്പർമാർക്കറ്റുകൾ സ്വകാര്യ പങ്കാളിത്തത്തോടെ നവീകരിച്ചാണ് സിഗ്നേച്ചർ മാർട്ടുകളായി മാറ്റുന്നത്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2025-ലെ വൈജ്ഞാനിക പുരസ്കാരങ്ങൾ ഈ മാസം 27-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്യും. വൈകിട്ട് 4:30-ന് തിരുവനന്തപുരം വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനാകും. വൈജ്ഞാനിക മേഖലയിലെ മികച്ച രചനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് 2023 മുതൽ ഏർപ്പെടുത്തിയ 1 ലക്ഷം രൂപ വീതമുള്ള പുരസ്കാരങ്ങളാണ് വിതരണം ചെയ്യുന്നത്. കേരളത്തിൽ അതിവേഗ ട്രെയിൻ വിഭാവനം ചെയ്യുന്നതായും ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം റെയിൽവേ 15 ദിവസത്തിനകം നടത്തുമെന്നും മെട്രോമാൻ ഇ ശ്രീധരൻ. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള പാതയിൽ മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിലാണ് ട്രെയിൻ സർവീസ് നടത്തുക. 22 സ്റ്റേഷനുകൾ ഉണ്ടാകും. തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി, കരിപ്പൂർ വിമാനത്താവളങ്ങളെ ബന്ധിപ്പിക്കും. 86,000 കോടി രൂപയാണ് ചിലവ്. ഇതിനുള്ള DPR 9 മാസത്തിനകം പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ന്യൂസിലാൻഡിനെ നേരിടുന്നു. ടോസ് നേടിയ ഇന്ത്യ ന്യൂസിലാൻഡിനെ ബാറ്റിംഗിന് അയച്ചു. മഴ മൂലം മത്സരം ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. 3ാമത്തെയും അവസാനത്തെയും ഗ്രൂപ്പ് മത്സരമാണ് ഇന്ന് സിംബാബ്വേയിൽ നടക്കുന്നത്. ഇന്നത്തെ മത്സരത്തിൽ ജയിച്ചാൽ ഇന്ത്യ ഗ്രൂപ്പ് ബിയിൽ 1ാമതെത്തും. ജക്കാർത്തയിൽ നടക്കുന്ന ഇന്തോനേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യൻ താരങ്ങളായ PV സിന്ധുവും ലക്ഷ്യ സെന്നും ഇന്ന് മത്സരിക്കും. വനിതാ സിംഗിൾസിൽ PV സിന്ധു ചൈനയുടെ ചെൻ യു ഫെയെയും പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെൻ തായ്ലൻഡ് താരത്തെയും നേരിടും. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പിൽ 20 കോടി രൂപയുടെ 1ാം സമ്മാനം XC138455 എന്ന നമ്പർ ടിക്കറ്റിന് ലഭിച്ചു. കോട്ടയം ജില്ലയിലെ ഏജന്റ് സുദീഖ് A ആണ് 1ാം സമ്മാനത്തിന് അർഹമായ ടിക്കറ്റ് വിറ്റത്. ഈ വർഷം 54 ലക്ഷത്തിലേറെ ടിക്കറ്റുകളുടെ റെക്കോർഡ് വിൽപ്പനയാണ് നടന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.